നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചിട്ടാണ്. എൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. തൃക്കേട്ട നാളുകാർ ശുദ്ധഗതിക്കാരും ഹൃദയചാഞ്ചല്യമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. മനഃശക്തിയിൽ ഗംഭീരന്മാരും കഴിവിലും മിഴിവിലും അതുല്യന്മാരാണെന്നൊക്കെ ആയിരിക്കും ഇവരുടെ ഭാവമെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയല്ല. വിഷമം പിടിച്ച കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ ഇവർക്ക് അശേഷം കഴിവുള്ളവരല്ല. സംഭാഷണങ്ങളിലൊക്കെ വളരെയധികം നല്ല പ്രത്യേകതയും കാര്യങ്ങളെല്ലാം ഇവർക്കുണ്ട്. ആരെയാണെങ്കിലും ഇവരുടെ സംഭാഷണം കൊണ്ട് ഏത് വലിയവനെയാണെങ്കിൽ പോലും ഇവർക്ക് നല്ല രീതിയിൽ ഇവരുടെ രീതിയിൽ ഒരു അടുപ്പം കാണിക്കുവാനും, അപ്പോൾ ഏത് വാക്സാമർത്ഥ്യം വളരെയധികം കൂടുതലൊക്കെ ആയിരിക്കും ഇവർ. പിന്നെ അതേ കണക്ക് തന്നെ ഇവർക്ക് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും അത് ഉള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഇവർക്ക് ഉറക്കം വരികയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ തണ്ടന്മാരാണെന്നും ഒരു വലിയ ഹെഡ് വെയ്റ്റ് ആണെന്നൊക്കെ തോന്നും ഇവരെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇവരോട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ഇവർ വളരെയധികം പാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വഭാവത്തിൻ്റെ ആൾക്കാരാണ് നമുക്ക് തോന്നിക്കുന്നത്. പിന്നെ ഇവർ പ്രേരണ നല്ല ആരോഗ്യവാന്മാരും ചൈതന്യമുള്ള മുഖശ്രീയോട് കൂടിയവരൊക്കെ ആയിരിക്കും. പിന്നെ അവർ ആരെയും വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ ചതിക്കുവാനോ ഉള്ള സ്വഭാവക്കാരൊന്നും അല്ല ഇവർ. പിന്നെ ഇവരുടേതായുള്ള ഒരു പ്രത്യേകമായ ചിരിയും നല്ല ഐശ്വര്യമുള്ള കണ്ണൊക്കെ ആയിരിക്കും ഇവർ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെയധികം വലിയ കുലീന കുടുംബജാതരാണെന്നൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നും. പിന്നെ ഇവർ അധികവും മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത്. നിർബന്ധശീലവും സ്വതന്ത്രേച്ഛയും ഇവരുടെ ജീവിത പുരോഗതിയെ പലപ്പോഴും തടഞ്ഞു വയ്ക്കുന്നതാണ് ഒരു വിശേഷം. ആരു തന്നെ പറഞ്ഞാലും സ്വന്തം ഹിതമനുസരിച്ചല്ലാതെ ഇവർ യാതൊന്നിനും വഴങ്ങിക്കൊടുക്കുകയില്ല. അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ നേരിടാവുന്ന ദുഷ്ഫലങ്ങളെ ഇവർ മാനമായി അനുഭവിച്ചു കൊള്ളും. എന്നാൽ ചില ആദർശങ്ങളുടെ പേരിൽ പെട്ടെന്നുള്ള ശോഭത്തിന് വിധേയരായി ആവാറുണ്ട്. പിന്നെ ഇവർക്ക് വളരെയധികം ആത്മാഭിമാനം കൂടുതലായിരിക്കും. അതായത് ഇവരെ എന്തെങ്കിലും കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇവരുടേതായ രീതിയിൽ ഇങ്ങനെ പോകണം എന്ന് വെച്ചാൽ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന സംഭവങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ഇവർ അതിൽ നിന്ന് എതിർക്കുന്നവരായിരിക്കും. ഇവരെ തന്നെ ഒരു നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം തന്നെ ഉണ്ടായാലും അതൊക്കെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുകയാണ്. അതിൽ നിന്നല്ല ഇവരങ്ങ് വഴുതി മാറിപ്പോവും. പിന്നെ ഇവർക്ക് ബന്ധുക്കളെ കൊണ്ട് കാര്യമായി യാതൊരു പ്രയോജനവും സിദ്ധിക്കുന്നില്ല. സ്വജനങ്ങളെ കൊണ്ടും അപ്രകാരം തന്നെ. പിന്നെ ഇവരുടെ എല്ലാം വെറുപ്പിനും വിദ്വേഷത്തിനും ഇവർ പലപ്പോഴും പാത്രീഭവിക്കാറുമുണ്ട്. മാതൃസൗഭാഗ്യവും സഹോദരങ്ങൾ കൊണ്ടുള്ള സഹായ സഹകരണവും ഇവർക്ക് താരതമ്യേന ഇത്തിരി കുറവൊക്കെ ആയിരിക്കും. എന്ന് വിചാരിച്ചിട്ട് ഇത് പറയുന്ന കാര്യങ്ങൾ ഞാൻ പൊതുവിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നുമില്ല. കാരണം നിങ്ങൾ മാതാവിനെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ മാതാവിനെയും അച്ഛനെയും അമ്മയൊക്കെ നല്ലതിൽ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ അത് തിരിച്ചും കിട്ടും. മനസ്സിലായില്ല. ഇപ്പം ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഒന്നെടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും ശരി തന്നെ ഇവർക്ക് നല്ല രീതിയിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം വിദ്യാഭ്യാസപരമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് കൂടുതലായിട്ട് സമയത്തിൽ പഠിക്കണമെന്നില്ല. ഇച്ചിരി സമയമെങ്കിലും ഇവർ കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് മനസ്സിലാവുന്നതായിരിക്കും. അത് ഏതിനകത്താണെങ്കിലും. അതേ കണക്ക് തന്നെ സ്പോർട്സ് അങ്ങനെയുള്ള കലാകായിക രംഗങ്ങളിലും എല്ലാത്തിനകത്തും ഇവർക്ക് നല്ലതിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവർക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന മനക്ഷോഭത്തെയൊക്കെ നിയന്ത്രിക്കാനാണ് കൂടുതലും ഇവരൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതിലൊക്കെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് അതിനോടൊന്നും വലിയ ആസക്തിയൊന്നും ഇവർക്ക് തോന്നാറില്ല. കാരണം പിന്നെ ഇവർക്ക് അതിനോടൊരു ആസക്തി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതുകൊണ്ട് മാറുവാനും സാധിക്കുന്നതല്ല. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു കടിഞ്ഞാണിട്ട് നിർത്തുവാൻ കഴിവുള്ള ഒരു
ഭാര്യമായിരിക്കും ഇവർക്കൊക്കെ വരുന്നത് കൂടുതലും. ഭാര്യ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് കേട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു എന്തോ പറയണേ, ഒരു ഭാര്യയ്ക്ക് അടിമയാവും എന്നൊന്നുമില്ല. കാരണം നല്ല കാര്യങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ വിവാഹ ജീവിതത്തിലൊക്കെ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നല്ല രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 100% ഭർത്താവിന് നല്ലതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതേ കണക്ക് തന്നെ ഇവരുടെ വിവാഹ ജീവിതം തികച്ചും ഒരു സംതൃപ്തികരമായിരിക്കും. മനസ്സിന് ചേർന്നതും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഭാര്യയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും ഒരു തൃപ്തികരമായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ ഇവരുടേതായിട്ടുള്ള കുട്ടികൾക്കുള്ള കാര്യമാണെങ്കിലും നല്ല രീതിയിൽ, നല്ല പഠനത്തിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കുട്ടികളൊക്കെ ആയിരിക്കും ഇവർക്കുണ്ടാകുന്ന കാര്യഭരണശേഷിയൊക്കെ ഉള്ളത്. അപ്പോൾ കാരണമെന്ന് പറയുമ്പോൾ ഇവരുടേതായിട്ടുള്ള സ്വഭാവം, ഈ നാളുകാരെ സ്വഭാവം വളരെ നല്ല സ്വഭാവക്കാരാണ് ഇവർ കൂടുതലും. അല്ലാതെ മറ്റുള്ള ഞാൻ മുമ്പോട്ട് പറഞ്ഞ കണക്ക് മറ്റുള്ളവരെ വഞ്ചിക്കണമെന്നുള്ള ഇതൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലാണ് ഇവർക്കുള്ള ജീവിതവും. അപ്പോൾ അതേ കണക്ക് തന്നെ നമ്മുടെ ജീവിതം എങ്ങനെയാണോ, നമ്മുടെ നല്ല രീതിയിലാണ് നമ്മുടെ സ്വഭാവം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ കണക്കുള്ള ഭാര്യയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ജനിക്കുന്ന കുട്ടികളും അതേ കണക്കായിരിക്കും. കാരണം അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്വഭാവ രീതികൾ വരുന്നതായിരിക്കും നമ്മുടെ കുട്ടികളും. അപ്പോൾ അതനുസരിച്ച രീതിയിൽ നമ്മളും ജീവിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നല്ല ഒരു നക്ഷത്രം തന്നെയാണ്. സ്വന്തം പരിശ്രമം കൊണ്ടുള്ള ഒരു ജീവിത പുരോഗതിയാണ് ഇവരെ കണ്ടുവരുന്നത്. സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെ ഇവർ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. അത് പഠനത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും മറ്റുള്ളവരെ കണ്ടെഴുതുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇവർ സ്വന്തമായി പഠിച്ചു തന്നെ ആ ഒരു ജോലി മേടിച്ചിരിക്കും. അത് കണക്ക് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ കാര്യവും. ഇവർ സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെ ഇവർ ഉയരങ്ങളിലോട്ട് എത്തുകയും ചെയ്യും. പിന്നെ ഇവരിൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് മിക്കവാറും ഈ ഫലങ്ങളെല്ലാം ആയിരിക്കും എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇവർ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഇവർക്ക് എടുത്തുചാട്ടം കൂടുതലായിരിക്കും, മുൻകോപം. അപ്പോൾ മുൻകോപം കൂടുതലായിട്ട് വരുമ്പോൾ എന്തോ പറയുന്നത്, അത് ഇപ്പം വിവാഹ ജീവിതമൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് അല്ലെങ്കിൽ ചില മുൻകോപങ്ങളെ കാണിക്കുമ്പോൾ ചിലപ്പം ഭർത്താവിന് ഇഷ്ടപ്പെടുത്തുന്നില്ലായിരിക്കാം. അപ്പോൾ നമ്മുടേതായിട്ടുള്ള മുൻകോപങ്ങളൊക്കെ ഒന്ന് കടിഞ്ഞാനിട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കുഴപ്പവുമില്ല. നല്ല രീതിയിൽ, നല്ല അടിപൊളി രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എങ്കിലും ഇവർക്ക് ജീവിതത്തിലൊരു മനക്ലേശം ഒഴിഞ്ഞ സമയം വളരെ കുറച്ച് മാത്രമേ കണ്ടെന്ന് വരികയുള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എപ്പോഴൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ചിന്തിക്കാതിരിക്കുക. മനസ്സിലായില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക, പിന്നെ യാതൊരു കുഴപ്പവുമില്ല. പിന്നെ അതുകണക്ക് തന്നെ ഇവർക്ക് ഗർഭാശയ സംബന്ധമായ ഏതെങ്കിലുമൊക്കെ ഒരു രോഗമൊക്കെ ഇതിൽ പ്രകടമായിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടേതായിട്ടുള്ള, ഞാനിത്തിരി പറയാം, അതിൻ്റെ ദശ അനുസരിച്ചിട്ട് പ്രതികൂലമാവുന്ന ആ ദശാസമയത്ത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ദാമ്പത്തിക ജീവിതം തന്നെയായിരിക്കും ഇവർ കിട്ടുന്നത്. ഇനിയിപ്പം ഞാൻ അടുത്ത പറയുവാനുള്ളതെന്ന് പറയുമ്പോൾ ഇവരുടെ ദശയാണ്. ഇവരുടെ ദശാനാഥൻ എന്ന് പറയുന്നത് ബുധദശയിലാണ് ഇവരുടെ ജനനം. അപ്പോൾ അതൊരു 9 വയസ്സ് വരെ ബുധദശ നമുക്ക് കണക്ക് കൂട്ടാം. തുടർന്ന് 7 വർഷം കേതുവാണ്. അതിനുശേഷം 20 വർഷം ശുക്രനാണ്. അതിനുശേഷം 6 വർഷം ആദിത്യനും, 10 വർഷം രാഹുവാണ്, 16 വർഷം വ്യാഴമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ നടക്കുന്നത്. അപ്പോൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശുക്രദശ 20 വർഷവും, അതേ കണക്ക് തന്നെ വ്യാഴം 16 വർഷം വ്യാഴവും. ഈ സമയത്ത് വേണ്ടുന്ന രീതിയിലെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ ഈ ദശാസമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബുധനെയൊക്കെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ പതിവായി അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, സമയം കണ്ടെത്തി രാവിലേക്ക് ഒരു ഭാഗവത പാരായണം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സമയദോഷങ്ങളൊക്കെ നല്ലതാണ്. അതേ കണക്ക് തന്നെ തൃക്കേട്ടയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വളരെ സവിശേഷ പ്രാധാന്യത്തോട് ശാന്തികർമ്മങ്ങളും മൃദുവങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ആ ദിവസങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഭാഗവത വായന ചെയ്യുക,
ഇതൊക്കെ നല്ലതാണ്. പിന്നെ രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. പിന്നെ ജാതകത്തിലെ കുജസ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയൊക്കെ പ്രീതിപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഈ ജീവിത രീതിയിൽ എന്തൊക്കെ ഇത് ടെൻഷനാണെങ്കിൽ സമയം പ്രതികൂലമാണെങ്കിൽ പോലും ശരി തന്നെ, ഇതിനെല്ലാത്തിനെയും നമുക്ക് മാറ്റിമറിക്കുന്ന രീതിയിൽ ആ ഒരു സമയം നല്ലതാവാൻ വേണ്ടിയിട്ട് ക്ഷേത്രദർശനം വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന മന്ത്രവും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അത് ഇന്ദ്രപ്രീതിക്കായിട്ട് ഉള്ളതാണ്. ഇന്ദ്രനാണ് കേട്ട മനസ്സിലായ നക്ഷത്രത്തിൻ്റെ ഒരു ദേവത. അപ്പോൾ ഈ ഇന്ദ്രപ്രീതിക്കായിട്ട് നമ്മൾ ജപിക്കേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് ഞാൻ പറയാം. ഓം ത്രാതാരമിന്ദ്രമിവിതാരമിന്ദ്രം ഹവേ ഹവേ സുഭഗം സുരമിന്ദ്രം ഹയാമീശകം പുരുഹുതമിന്ദ്രം സ്വസ്തി നോ മദവാദാദിന്ദ്രാം ഓം ഇന്ദ്രായ നമഃ. അപ്പോൾ ഈ മന്ത്രവും കൂടെ രാവിലെയും സായസന്ധ്യയിലൊക്കെ ജപിക്കുക. ജീവിതത്തിൽ നല്ല നേട്ടങ്ങളുണ്ടാവും. ആയുരാരോഗ്യവും സാമ്പത്തികവും ധനവും എല്ലാം വന്നു ചേരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.